വെള്ളക്കടലാസിലെ പ്രണയം. ഒരു ശാന്തമായ പ്രഭാതം. കോളേജ് ക്യാമ്പസിൽ കാറ്റ് മൃദുവായി വീശുകയായിരുന്നു. കോട്ടയത്തിലെ ഒരു പഴയ കോളേജിൽ ആദിൽ എന്ന വിദ്യാർത്ഥി പഠിക്കുകയായിരുന്നു. ആദിൽ വളരെ സ്വപ്നങ്ങൾ കാണുന്ന ഒരാൾ. പുസ്തകങ്ങളും കവിതകളും അവനേറെ ഇഷ്ടം. ഓരോ ദിവസവും അവൻ തന്റെ നോട്ടുബുക്കിൽ കവിതകൾ എഴുതും. പക്ഷേ അവ കവിതകൾ ആരെയും കാണിക്കാറില്ല. കാരണം അവ കവിതകളെല്ലാം ഒരാൾക്കായിരുന്നു. അവൾ അമൃത. ക്ലാസ്സിലെ ഏറ്റവും ശാന്തയായ പെൺകുട്ടി. കണ്ണുകളിൽ ഇപ്പോഴും ഒരു മൃദുവായ പുഞ്ചിരി. ആദിൽ ഒരിക്കലും അവളോട് തന്റെ പ്രണയം പറഞ്ഞില്ല. പകരം ഓരോ ദിവസവും ഒരു വെള്ളക്കടലാസിൽ ഒരു ചെറിയ കവിത എഴുതി ലൈബ്രറിയിലെ ഒരു പുസ്തകത്തിനുള്ളിൽ വയ്ക്കും. അതാരും അറിയാത്ത ഒരു രഹസ്യം. ഒരു ദിവസം അമൃത ലൈബ്രറിയിൽ ഒരു പുസ്തകമെടുത്തു. അത് തുറന്നപ്പോൾ ഒരു ചെറിയ കാഗിതം വീണു. അതിലെഴുതിയിരുന്നത്, നിന്റെ പുഞ്ചിരി ഒരു കവിത പോലെ, വായിക്കുമ്പോൾ എന്റെ ഹൃദയം ശാന്തമാകും. അമൃത അത്ഭുതപ്പെട്ടു. അടുത്ത ദിവസവും മറ്റൊരു കാഗിതം. അങ്ങനെ ദിവസങ്ങൾ കടന്നു. അവൾക്ക് ആ അനാമിക കവിതകൾ ഇഷ്ടമായി. ഒരു ദിവസം അമൃത ആ കാഗിതത്തിൽ തന്നെ ഒരു മറുപടി എഴുതി. ഈ കവിതകൾ എഴുതുന്നവൻ ആരാണെങ്കിലും നിന്റെ വാക്കുകൾ മനോഹരമാണ്. അടുത്ത ദിവസം ആദിൽ ആ മറുപടി കണ്ടു. അവന്റെ ഹൃദയം സന്തോഷത്തിൽ നിറഞ്ഞു. അങ്ങനെ അവരുടെ സംഭാഷണം വെള്ളക്കടലാസുകളിൽ തുടർന്നു. പക്ഷെ അവർ ഒരിക്കലും നേരിൽ സംസാരിച്ചില്ല. കോളേജിന്റെ അവസാന ദിവസം. അമൃത ലൈബ്രറിയിലെത്തി. അവൾ ഒരു പുസ്തകത്തിനുള്ളിൽ അവസാനമായി ഒരു കുറിപ്പ് വച്ചു. ഇന്ന് അവസാന ദിവസം. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ഇന്നെന്നെ കാണാൻ വരൂ. ആദിൽ ആ കുറിപ്പ് കണ്ടപ്പോൾ അവൻ ഓടി ക്യാമ്പസിലേക്ക്. മരത്തിൻ കീഴിൽ അമൃത നിൽക്കുകയായിരുന്നു. അവൾ ചിരിച്ചു ചോദിച്ചു, കവിതകൾ എഴുതിയത് നീയാണോ? ആദിൽ അല്പം ലജ്ജിച്ചു. അതെ. അമൃത പുഞ്ചിരിച്ചു. അപ്പോൾ ഇനി മുതൽ കവിതകൾ കടലാസിലല്ല, എന്റെ കൂടെ പറഞ്ഞാൽ മതി. ആ ദിവസത്തോടെ അവരുടെ കഥ ആരംഭിച്ചു. ചില പ്രണയങ്ങൾ വലിയ വാക്കുകളിലല്ല തുടങ്ങുന്നത്. ഒരു വെള്ളക്കടലാസിലെ ചെറിയ കവിതയിൽ നിന്നാണ് തുടങ്ങുന്നത്. സ്ക്രിപ്റ്റ്: ഹാർട്ട്. അവൾ എന്നും വരുന്ന സമയം വൈകുന്നേരം 6 മണിയായിരുന്നു. ആ ചെറിയ ബസ് സ്റ്റോപ്പിൽ മഴയോ വെയിലോ നോക്കാതെ അവൾ നിൽക്കും. കണ്ണുകൾ റോഡിലേക്കും മനസ്സെവിടെയോ അകലത്തേക്കും. ആദ്യം ഞാൻ അവളെ ശ്രദ്ധിച്ചില്ല. പക്ഷെ ദിവസങ്ങൾ കടന്നപ്പോൾ അവളുടെ കാത്തിരിപ്പ് എനിക്ക് പരിചിതമായി. ബസ് വരും, ആൾക്കാർ കയറും, പോയിത്തീരും. അവൾ മാത്രം അവിടെ തന്നെ. ഒരു ദിവസം മഴ ശക്തമായി പെയ്തു. അവൾ കുടയില്ലാതെ അവിടെ നിൽക്കുകയായിരുന്നു. ബസ് വരില്ലെന്ന് തോന്നുന്നു, ഞാൻ പറഞ്ഞു. അവൾ പുഞ്ചിരിച്ചു. എനിക്ക് ബസ്സല്ല, ഒരാളെ കാത്തിരിക്കാനാണ്. ആ വാക്കുകൾ എന്റെ ഉള്ളിൽ എന്തോ നിശ്ശബ്ദമായി തട്ടി. അന്നുമുതൽ ഞാനും അവളെ കാത്തിരിക്കാൻ തുടങ്ങി. ബസ്സിനല്ല, അവളുടെ വാക്കുകൾക്കായി. ചില ദിവസങ്ങളിൽ അവൾ പറയും, അവളുടെ ബാല്യത്തെക്കുറിച്ച്, അമ്മയെക്കുറിച്ച്, ഒരിക്കലും വരാത്ത ഒരാളെക്കുറിച്ച്. ഞാൻ കേൾക്കും, പറയാതെ. ഒരു ദിവസം അവൾ ചോദിച്ചു, നിനക്കെന്തിനാണ് എന്നെ കേൾക്കാനിഷ്ടം? ഞാൻ മറുപടി പറഞ്ഞു, നിന്റെ കാത്തിരിപ്പ് എനിക്കെന്റെ ജീവിതം പതുക്കെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. അവൾ നീണ്ടൊരു ശ്വാസം വിട്ടു. എങ്കിൽ നീ എന്നോടൊപ്പം കുറച്ചുകൂടി കാത്തിരിക്കുമോ? അന്ന് ഞാൻ സമ്മതിച്ചു, പ്രണയമെന്ന് പറയാതെ. പിന്നീട് അവൾ വന്നില്ല. ഒരു ദിവസം, 2 ദിവസം, പിന്നെ ഒരിക്കലുമില്ല. ബസ് സ്റ്റോപ്പ് അതേപടി. ബസ്സുകൾ വരുന്നു, പോകുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം അവിടെ ഒരു കത്ത്. ഞാൻ കാത്തിരുന്നത് ഒരാളെയല്ല, ഒരു തീരുമാനത്തെയായിരുന്നു. ഇപ്പോൾ ഞാൻ പോകുന്നു, പക്ഷേ എന്റെ കാത്തിരിപ്പ് നിനക്ക് വിട്ടുതരുന്നു. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ഞാൻ ആ ബസ് സ്റ്റോപ്പിൽ നിൽക്കും. ആരെയെങ്കിലും കാത്തിരിക്കാനല്ല, ഒരിക്കൽ കാത്തിരിപ്പ് തന്നെ പ്രണയമാക്കിയ ആ ഓർമ്മയ്ക്കായി. കാരണം ചില പ്രണയങ്ങൾ കിട്ടാതെ പോയാലും സമയം മുഴുവൻ നമ്മോടൊപ്പം നടക്കും.